ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ആനിവേഴ്സറി ഫംഗ്ഷന് പോകാൻ വേണ്ടിയിട്ട് റെഡിയാവാം. അപ്പോൾ ഈ ഒരു സ്കർട്ട്, ഈ ഒരു ബ്ലൗസാണ് ഞാൻ ഇടുന്നത്. ബ്ലൗസ് മാത്രം ഞാൻ ഇട്ടിട്ട് വന്നിട്ടുണ്ട്, കാരണം സ്കർട്ട് പോകാൻ നേരത്തെ ഇടാവും, ഇല്ലെങ്കിൽ മേക്കപ്പിൻ്റെ ഇടയിൽ ഡിസ്റ്റർബ് ആവും. അതുകൊണ്ട് ഞാൻ ബ്ലൗസ് മാത്രം ഇട്ടിട്ട് വന്നു. ഇനി ഇതിൽ വെള്ള ആയതുകൊണ്ട് തന്നെ ഞാനൊരു തുണി എടുത്ത് ഇടുന്നുണ്ട്, കാരണം എങ്ങാനും അതിലെന്തെങ്കിലും ആയിപ്പോയാൽ പിന്നെ അത് തീർന്നില്ല അതിൻ്റെ കാര്യം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു സാധനം എടുത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ മേക്കപ്പിലേക്ക് കിടക്കുന്നു. ആദ്യം തന്നെ മോയ്സ്ചറൈസറും പിന്നെ അങ്ങനെയുള്ള ആവശ്യ സാധനങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ഒരു പൗഡർ ഇട്ട് കൊടുത്തിട്ട് ചുണ്ടിൽ ഞാനൊരു അല്പം വാസ്ലിനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് കരി വരച്ചു കൊടുക്കുക. അതിനുശേഷം ഐലൈനർ എനിക്ക് ഇതിൽ നോക്കി വരയ്ക്കാൻ അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ അല്ലാതെയാണ് വരച്ചിട്ട് വന്നത്. ഇനി നമുക്കൊരു പൊട്ടും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു കുഞ്ഞു കുട്ടിയെ ഒന്ന് റെഡിയാക്കി ഒരു മൂലയിലോട്ട് ആക്കണം, എന്നിട്ട് ബാക്കി പരിപാടികളിലേക്ക് തുടങ്ങാം. അപ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം ഞാൻ നേരെ കയ്യിലുള്ള ലിപ്സ്റ്റിക്കെല്ലാം മാറി പറക്കി ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കമ്മലിടുമ്പോൾ എനിക്ക് ഇത് രണ്ടിൽ ഏത് വേണമെന്നുള്ള സംശയം ആയതുകൊണ്ട് ഞാൻ രണ്ടും ഓരോ കാതിലിട്ടിട്ട് ഞാൻ നോക്കുന്നുണ്ട്. എന്നിട്ട് എനിക്ക് മറ്റേ ഈ കമ്മലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഞാൻ അത് സെലക്ട് ചെയ്ത് അത് ഇട്ടിട്ട് വന്നിട്ട് തലയും കെട്ടി സ്കേർട്ട് ഇട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ റെഡിയായി. ഇനി നമുക്ക് നേരെ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തോട്ട് പോകാം. അങ്ങനെ നമ്മളിത് സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞു. ഇതാണ് സ്റ്റേജ്. അപ്പോഴത്തേക്കും തന്നെ എനിക്കിത് ഈ ഒരു ബാഡ്ജ് കിട്ടിക്കഴിഞ്ഞു. പിന്നെ അത് വെച്ച് കുറച്ച് ഫോട്ടോ എടുപ്പ് അഭ്യാസ പ്രകടനമൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല വെയിറ്റിങ്ങിന് ശേഷം നമ്മുടെ കുറച്ച് ഗസ്റ്റ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് കാരണം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അവരൊക്കെ വന്നതിന് ശേഷം ഗായ്സ് നമ്മൾ കാത്തിരുന്ന ആ ഒരു വ്യക്തി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. വേടനെയാണ് എല്ലാവരും കൂടെ ഈ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന ദൃശ്യമാണ് നിങ്ങളെ കണ്ടത്. അതിനുശേഷം നമ്മൾ കാത്തിരുന്ന ആ സുലഭ നിമിഷം, മുരുകൻ സാറിന് മന്ത്രി പൊന്നാടയൊക്കെ കൊടുത്ത ആ ഒരു നിമിഷം, പിന്നെ വേടൻ്റെ സംഭാഷണവും കാര്യങ്ങളും പാട്ടും എല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ വീട്ടിലോട്ട് പോയി. എന്നാൽ പിന്നെ അത്രയുള്ള ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.